ഹലോ ഹായ് നമസ്കാരം. ടിപ്സ് ആൻഡ് ട്രിക്ക് LDCയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഹലോ ഹായ്. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ കയ്യിലുള്ള കുറച്ച് ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നമുക്കതൊന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ശ്രദ്ധിച്ച് കേൾക്കണം, കാരണം ഞാനിത് എഴുതി കാണിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് നമ്മളിപ്പോഴത്തെ കാര്യം കാരണമൊക്കെയുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ശ്രദ്ധിച്ച് കേൾക്കുക. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കണം. ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത്. ചിലപ്പം തെറ്റായ പ്രസ്താവന ഏതെന്നും ആ ചോദ്യം വരാം. അപ്പം ശരിയായ പ്രസ്താവന ഏത്? ഒന്ന്, പഞ്ചായത്ത് രൂപീകരണം, ഭരണ സംവിധാനം, അധികാരങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ഭരണഘടന ഭേദഗതിയാണ് 73ാമത് ഭേദഗതി. പഞ്ചായത്ത് രൂപീകരണം, ഭരണ സംവിധാനം, അധികാരങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതിയാണ് 73ാമത് ഭേദഗതി. രണ്ടാമത്തെ 73ാമത് ഭേദഗതി നടപ്പിലാക്കിയ വർഷം 1992ലാണ്. 73ാമത് ഭേദഗതി നടപ്പിലാക്കിയ വർഷം 1992ലാണ്. അതിൻ്റെ അടുത്ത് വരുന്നത്, നഗരസഭകളുടെ രൂപീകരണം, തെരഞ്ഞെടുപ്പ്, ഭരണ സംവിധാനം എന്നിവയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതിയാണ് 74ാമത് ഭേദഗതി. നഗരസഭകളുടെ രൂപീകരണം, തിരഞ്ഞെടുപ്പ്, ഭരണ സംവിധാനം എന്നിവയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതിയാണ് 74ാമത് ഭേദഗതി. നാലാമത്തെ ഭാഗം വരുന്നത്, 74ാമത് ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കിയ വർഷം 1993ലാണ്. 74ാമത് ഭേദഗതി നടപ്പിലാക്കിയ വർഷം 1993ലാണ്. അതിൻ്റെ ഓപ്ഷൻസ് വരുന്നത്, ഓപ്ഷൻ എ 1ഉം 2ഉം ശരി, 3ഉം 4ഉം തെറ്റ്. ബി 2ഉം 3ഉം ശരി, 1ഉം 4ഉം തെറ്റ്. സി 1, 3, 4 ശരി, 2 തെറ്റ്. ലാസ്റ്റ് ഓപ്ഷൻ വരുന്നത് 1, 2, 3 ശരി, 4 തെറ്റ്. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉം 3ഉം ശരിയാണ്, 4 തെറ്റാണ്. അതായത് നാലാമത്തെ എന്താണ്? 74ാമത് ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കിയ വർഷം 1993ലാണ് എന്നുള്ളതാണ്. 1992 തന്നെയാണ് 74ാമത് ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കിയ വർഷം. അപ്പം നാലാമത്തത് തെറ്റാണ്. അതുകൊണ്ട് 1ഉം 2ഉം 3ഉം ശരിയാണ്, 4 തെറ്റാണ്. അതായത് 74ാമത്തെ ഭേദഗതി നടപ്പിലാക്കിയ വർഷം 1992 തന്നെയാണ്. അടുത്ത ചോദ്യം നോക്കാം. 1976ലെ 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയ വിഷയങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? 1976ലെ 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയ വിഷയങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? 1 വിദ്യാഭ്യാസം, 2 അളവ് തൂക്കം, 3 വനം, 4 പൊതുജനാരോഗ്യം. അപ്പോൾ അതിന് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ 1, 2 എന്നിവ, ഓപ്ഷൻ ബി 2, 3 എന്നിവ, ഓപ്ഷൻ സി 1 മാത്രം, ഓപ്ഷൻ ഡി 4 മാത്രം. അപ്പോൾ അത് എന്തൊക്കെയാണ്? വിദ്യാഭ്യാസം, അളവ് തൂക്കം, വനം, പൊതുജനാരോഗ്യം
ഏതാണ് ഉൾപ്പെടാത്തത്? അതായത് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയ വിഷയങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്നുള്ളതാണ്. അതിൽ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. നാലാമത്തത് മാത്രം, അതായത് പൊതുജനാരോഗ്യം, അതാണ് എന്താണ് ഉൾപ്പെടാത്തത്. ക്വസ്റ്റ്യൻസ് എഴുതി വെക്കുക, എന്നാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. ഞാൻ വായിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ, അത് എഴുതി കാണിക്കുന്നില്ല, അതുകൊണ്ടാണ്. അടുത്തൊരു ചോദ്യം നോക്കാം. കൂറുമാറ്റ നിരോധന നിയമം, കൂറുമാറ്റ നിരോധന നിയമം 52ാം ഭേദഗതി ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ വർഷം. കൂറുമാറ്റ നിരോധന നിയമം 52ാം ഭേദഗതി ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ വർഷം. ഓപ്ഷൻസ് നോക്കാം. 1951, 1985, 1992, 1993. ഏതാണ് ഉൾപ്പെടുത്തിയ വർഷം? 1985 അടുത്തൊരു ചോദ്യം PSC എല്ലാ പ്രാവശ്യവും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് ഇത്. തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കാറുണ്ട്. ചോദ്യം നോക്കാം. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി. 42ാം ഭേദഗതി, 44ാം ഭേദഗതി, 85ാം ഭേദഗതി, 73ാം ഭേദഗതി. ഏത് ഭേദഗതിയാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? 42ാം ഭേദഗതിയാണ്. അടുത്ത നാലാമത്തെ ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഞാൻ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് കിട്ടിയപ്പം തരുന്നത്, നമുക്കറിയാം ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് PSC ഏറ്റവും കൂടുതൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടാണ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതിയാണ് 42ാം ഭേദഗതി. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതിയാണ് 42ാം ഭേദഗതി. ബി, 42ാം ഭേദഗതി വരുത്തിയത് സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്. 42ാം ഭേദഗതി വരുത്തിയത് സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്. സി, ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്ന കാലത്താണ് 42ാം ഭേദഗതി പാസാക്കിയത്. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്ന സമയത്താണ് 42ാം ഭേദഗതി പാസാക്കിയത്. ഡി, ഇവയെല്ലാം. അപ്പൊ താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാ പറയുന്നത്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ഇവയെല്ലാം ശരിയാണ്. എന്താണ്? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതിയാണ് 42ാം ഭേദഗതി. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശയിലാണ് ഇത് വരുത്തിയത്. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്താണ് ഈ 42ാം ഭേദഗതി പാസ്സാക്കിയിട്ടുള്ളത്. അപ്പൊ ഇവയെല്ലാം ശരി തന്നെയാണ്. അടുത്ത അഞ്ചാമത്തെ ചോദ്യം. മുനിസിപ്പാലിറ്റി നിയമം നിലവിൽ വന്ന വർഷം. മുനിസിപ്പാലിറ്റി നിയമം നിലവിൽ വന്ന വർഷം. ഓപ്ഷൻസ് നോക്കാം. 1993 ജൂൺ 1, 1994 ഏപ്രിൽ 23, 1994 മെയ് 30, 1994 ഏപ്രിൽ 30. മുനിസിപ്പാലിറ്റി നിയമം നിലവിൽ വന്ന വർഷം ഏത് വർഷമാണ്? 1993 ജൂൺ 1 മറക്കാൻ പാടില്ല. മുനിസിപ്പാലിറ്റി നിയമം നിലവിൽ വന്ന വർഷം എന്ന് പറയുന്നത് 1993 ജൂൺ 1. അടുത്തൊരു ചോദ്യം, ഇതും വർഷം തന്നെയാണ്. കേരള പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വന്ന വർഷം. കേരള പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വന്ന വർഷം. ഓപ്ഷൻസ് നോക്കാം. 1993 ജൂൺ 1, 1994 ഏപ്രിൽ 23,
1994 ഏപ്രിൽ 30, 1994 മെയ് 30. ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് 1994 ഏപ്രിൽ 23 കേരള പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വന്നത്. 1994 ഏപ്രിൽ 23. ഇനി ചോദിക്കുന്ന 2 ക്വസ്റ്റ്യൻ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. വിദ്യാഭ്യാസ അവകാശത്തിന് പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ച വർഷം. വിദ്യാഭ്യാസ അവകാശത്തിന് പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ച വർഷം. ഓപ്ഷൻസ് നോക്കാം. 2010 ഏപ്രിൽ 1, 2010 ഏപ്രിൽ 30, 2009 മെയ് 30, 2009 ആഗസ്റ്റ് 26. വിദ്യാഭ്യാസ അവകാശ നിയമത്തിന് പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ചത് 2009 ആഗസ്റ്റ് 26. 2009 ആഗസ്റ്റ് 26. അടുത്തൊരു ചോദ്യം, വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത്. ആദ്യം നമ്മൾ ചോദിച്ചത് വിദ്യാഭ്യാസ അവകാശ നിയമത്തിന് പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ചതാണ്. രണ്ടാമത് ചോദിക്കുന്നത് അവകാശ നിയമം നിലവിൽ വന്ന വർഷമാണ്. നിലവിൽ വന്ന വർഷം എന്ന് പറയുന്നത് 2010 ഏപ്രിൽ 1. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1. ഈ പ്രസിഡന്റിന്റെ ഈ അവകാശ നിയമത്തിന്, വിദ്യാഭ്യാസ അവകാശ നിയമത്തിന് പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ചത് 2009 ഓഗസ്റ്റ് 26. അടുത്തു വരുന്നൊരു ചോദ്യം, കൂറുമാറ്റ നിരോധന നിയമം വഴി അയോഗ്യനാക്കപ്പെടുന്ന ഒരു MP-യെയോ MLA-യോ അയോഗ്യതയുടെ കാലാവധി അവസാനിക്കുന്നത് വരെ മന്ത്രിയായി നിയമിക്കാൻ പാടില്ലെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി. കൂറുമാറ്റ നിരോധന നിയമം വഴി അയോഗ്യനാക്കപ്പെടുന്ന MP-യെയോ MLA-യോ അയോഗ്യതയുടെ കാലാവധി അവസാനിക്കുന്നത് വരെ മന്ത്രിയായി നിയമിക്കാൻ പാടില്ലെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി. ഓപ്ഷൻസ് നോക്കാം. 92-ാം ഭേദഗതി, 84-ാം ഭേദഗതി, 91-ാം ഭേദഗതി, 96-ാം ഭേദഗതി. അതായത് കൂറുമാറ്റ നിരോധന നിയമം വഴി അയോഗ്യനാക്കപ്പെടുന്ന MP-യോ MLA-യോ എന്താണ്, ആ കാലാവധി തീരുന്നത് വരെ മന്ത്രിയായി നിയമിക്കാൻ പാടില്ലെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതിയാണ്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. 91-ാം ഭേദഗതിയാണ്. 91-ാം ഭേദഗതി പ്രകാരമാണ് കൂറുമാറ്റ നിരോധന നിയമം വഴി അയോഗ്യനാക്കപ്പെടുന്ന MP-യോ MLA-യോ ആ കാലാവധി തീരുന്നത് വരെ മന്ത്രിയാക്കാൻ പാടില്ലെന്ന് വ്യവസ്ഥ ചെയ്തിട്ടുള്ള ഭേദഗതി എന്ന് പറയുന്നത് 91-ാം ഭേദഗതിയാണ്. അടുത്തൊരു ചോദ്യം, നമ്മൾ മുനിസിപ്പാലിറ്റി നിയമം നിലവിൽ വന്ന വർഷം നമ്മൾ പറഞ്ഞിട്ട് 1993 ജൂൺ 1 കേരള മുനിസിപ്പാലിറ്റി നിയമം നിലവിൽ വന്ന വർഷം. കേരള മുനിസിപ്പാലിറ്റി നിയമം നിലവിൽ വന്ന വർഷം 1994 മെയ് 30. മുനിസിപ്പാലിറ്റി നിയമം നിലവിൽ വന്ന വർഷം എന്ന് പറയുന്നത് 1993 ജൂൺ 1. കേരള മുനിസിപ്പാലിറ്റി നിയമം നിലവിൽ വന്ന വർഷം എന്ന് പറയുന്നത് 1994 മെയ് 30. മറക്കാൻ പാടില്ല, മാറാൻ പാടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. താഴെ പറയുന്നവയിൽ ശരിയായത് ഏത്? താഴെ പറയുന്നവയിൽ ശരിയായത് ഏത്? നിങ്ങളിങ്ങനെ പ്രസ്താവന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ശരിയായത് തെറ്റായത് ഏതെന്നൊക്കെ പറയുമ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് തെറ്റാണെങ്കിൽ ആ തെറ്റിന്, അല്ലെങ്കിൽ ശരിയാണെങ്കിൽ ശരിക്കും എന്ത് ചെയ്യുക, ഒരു റൗണ്ട് ചെയ്ത് വെക്കുക. കാരണം നമുക്ക് പിന്നെ ഇതെല്ലാം വായിച്ചു നോക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ശരി കണ്ടെത്തേണ്ടത് ചിലപ്പോൾ നിങ്ങൾ തെറ്റ് കണ്ടെത്താം, തെറ്റ് കണ്ടെത്തേണ്ടത് നിങ്ങൾ ചിലപ്പോൾ ശരി കണ്ടെത്താം. അപ്പോൾ അതൊരു കൺഫ്യൂഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യുക, റൗണ്ട് ചെയ്ത് വെക്കുക. ശരിയാണോ, പ്രസ്താവന ശരിയല്ലാത്തതാണോ, ശരിയാണോ ചോദിച്ചതെന്ന് കൃത്യമായിട്ട്
വായിച്ചു നോക്കാൻ വേണ്ടി, അല്ല മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ പറയുന്നത് താഴെ പറയുന്നവയിൽ ശരിയായത് ഏത്? ഒന്ന്, ഇന്ത്യൻ ഭരണഘടനയിലെ 44ാമത് ഭേദഗതി 1978 നിലവിൽ വന്നു. ഇന്ത്യൻ ഭരണഘടനയിലെ 44ാമത് ഭേദഗതി 1978 നിലവിൽ വന്നു. രണ്ടാമത്തത്, സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത ഭേദഗതിയാണ് 44ാമത് ഭേദഗതി. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത ഭേദഗതിയാണ് 44ാമത് ഭേദഗതി. മൂന്നാമത്തത്, സ്വത്തവകാശം മൗലികാവകാശമല്ലാതാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. സ്വത്തവകാശം മൗലികാവകാശമല്ലാതാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ 1, 2, 3 എന്നിവ മാത്രം, എന്നിവ ശരി എന്നുള്ള അർത്ഥത്തിലാണ്. 1, 2, 3 എന്നിവ ശരി. ബി, ഓപ്ഷൻ ബി 1 തെറ്റ്, 2, 3 ശരി. ഓപ്ഷൻ സി 1, 2 ശരി, 3 തെറ്റ്. ഓപ്ഷൻ ഡി 1, 3 എന്നിവ മാത്രം ശരി. അപ്പൊ നമുക്ക് നോക്കാം ഏതാണ്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. 1ഉം 2ഉം ശരിയാണ്, 3 തെറ്റാണ്. അതായത് ഇന്ത്യൻ ഭരണഘടനയിലെ 44ാമത് ഭേദഗതി 1978 നിലവിൽ വന്നു എന്ന് പറയുന്നത് ശരിയാണ്. പിന്നെയോ സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത ഭേദഗതി 44ാമത് ഭേദഗതിയാണ് എന്ന് പറഞ്ഞതും ശരിയാണ്. തെറ്റ് എന്ന് പറയുന്നത് എന്താണ്? സ്വത്തവകാശം മൗലിക അവകാശം അല്ലാതാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണെന്ന് പറഞ്ഞത് അത് തെറ്റുത്തരാണ്. അപ്പോൾ ഇന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ക്വസ്റ്റ്യൻസ് ഞാൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾ എഴുതി വെക്കുക, അതിൻ്റെ ഉത്തരം എഴുതി വെക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുകയുള്ളൂ. ഞാൻ വായിച്ച് പറയുമ്പോൾ എന്താ വായിക്കുന്നത് നിങ്ങൾ കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവണം എന്നില്ല. ആ വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് എഴുതിയെടുക്കുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്.